സങ്കല്പം ഇത് RSSന്റെ പരിപാടിയുള്ള ചിത്രമാണ്. ഇതിനെ അമ്മയായിട്ട് ആരും കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ശക്തമായിട്ട് കത്തയക്കണം. അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു ഇലക്ഷൻ നടത്തി പുതിയ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ഉണ്ടാവുമല്ലോ. അന്നും ഈ ചിത്രം വെച്ച് ഇയാൾ കളിക്കും ഗവർണർ. അതുകൊണ്ട് ഇതിപ്പോഴേ അവസാനിപ്പിക്കണം. റിട്ടേൺ ആയിട്ട് കൊടുക്കുക, റിട്ടേൺ ആയിട്ട് പറയുക, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഈ ചിത്രമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ പറയും. ഞാൻ 2 വർഷം മുമ്പ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നൊരു കമൻറ്റ് പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുണ്ടോ എനിക്കറിയില്ല. ഞാൻ അന്ന് പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ പാർട്ടിയിലും പോയിട്ട് വന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചാൽ പകരം വരുന്നത് പക്ക RSSകാരനായിരിക്കുന്നു 2 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ട് വന്നിരിക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനത്തെ ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വെറും സംഘപരിവാർ അജണ്ടയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. നമസ്കാരം. 24 ബ്രേക്കിംഗ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ കെ മുരളീധരന്റെ പ്രതികരണമാണ് കണ്ടത്. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഭാരതാംബ വിഷയത്തിൽ ആ വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു. സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണം, കൃത്യമായി തന്നെ രാജ്ഭവന് കത്ത് നൽകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചുകൊണ്ട് എന്നുള്ളതാണ്.